ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ രാവിലത്തെ ചായയും കടിയൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ കളിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ കുറച്ചധികം പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ. അപ്പോൾ അത് അമ്മ കഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേന് ഞാനിതാ കുഞ്ഞാറ്റേനെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അവളെ കിടത്തി ഉറക്കിയിട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ വന്നു. അപ്പോൾ ധോനി ബേബി ഉറങ്ങിയതിന് ശേഷമാണ് പിന്നെ ഞാൻ അടുക്കളയ്ക്ക് വന്നത്, ഓരോ പണിയിലൊക്കെ ഏർപ്പെട്ടത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ പിന്നെ ഒന്നിനും സമ്മതിക്കില്ല. അപ്പോൾ കുട്ടികളൊക്കെ ഓരോരുത്തർ കളിച്ചുകൊണ്ടിരിക്കണു. പിന്നെ വലിയ അനിയത്തിക്കൊന്നും വയ്യല്ലോ, അവൾക്കൊന്നും ചെയ്യാനൊന്നും വയ്യല്ലോ. അപ്പോൾ അവളത് അവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അമ്മ രാവിലത്തെ ചായയും കടിയൊക്കെ കഴിഞ്ഞതാ. അങ്ങനെ ചോറ് അടുപ്പത്തിട്ടുണ്ടായിരുന്നു. റേഷൻ അരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്തു കേട്ടോ. അപ്പം അങ്ങനെ കുട്ടിയൊക്കെ ഉറങ്ങി. വലിയ അനിയത്തി ഫോണിൽ എന്തോ നോക്കിയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഹസ്ബൻഡ് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ വെള്ളരിക്കയാണ് കേട്ടോ ഒന്ന് കൂട്ടാനൊക്കെ അങ്ങനെ അടുപ്പത്ത് വെച്ച് തേങ്ങയൊക്കെ അരച്ച് വറുത്തരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ വറുത്തരച്ച് ഒക്കെ എല്ലാം കൂട്ടാനൊക്കെ താളിച്ച് എല്ലാം ഇറക്കി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കൊണ്ടാട്ട മുളക് ഉണ്ടായിരുന്നു. വിഷുവിന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ വിഷുവിന് മേടിച്ചതായതുകൊണ്ട് 2 പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. 1 പാക്കറ്റ് അന്ന് തന്നെ നമ്മൾ വിഷുവിൻ്റെ അന്ന് തന്നെ കൊണ്ടാട്ടമൊക്കെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി 1 പാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പം ഇന്ന് തോരനൊന്നും വെക്കണില്ല കേട്ടോ. അപ്പോൾ തോരന് പകരം ഇപ്പം കൊണ്ടാട്ട മുളകും വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പപ്പടമോ അങ്ങനെ എന്തെങ്കിലും പപ്പടം കാച്ചി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ അമ്മ എന്നെ കണ്ടപ്പോൾ പിന്നെ അമ്മ കിച്ചണിൽ നിന്ന് എസ്കേപ്പായി കേട്ടോ. അപ്പോൾ ഞങ്ങളുണ്ടെങ്കിൽ അമ്മയ്ക്കും തന്നെ ഒരു സന്തോഷമാണ്, ഹാപ്പിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ഉള്ളപ്പോൾ അമ്മയ്ക്ക് വെക്കാനും കഴിക്കാനും ഒക്കെ ഒരു ഇൻട്രസ്റ്റാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നാഴി അരി അടുപ്പത്തിടും, അത് കഴിക്കും, എന്നിട്ട് മിണ്ടാണ്ടിരിക്കും. എന്തെങ്കിലും അതിനൊരു ചമ്മന്തി അരയ്ക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇല അല്ലെങ്കിൽ ചീര എന്തെങ്കിലും താളിക്കും, അല്ലെങ്കിൽ ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു തൊട്ടുകൂട്ടാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്മ അങ്ങനെ കഴിക്കാറാണ് കേട്ടോ. പിന്നെ ഞങ്ങളൊക്കെ വരുമ്പോഴാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സാമ്പാറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറികളോ ചിക്കനോ അങ്ങനെ ഓരോന്നൊക്കെ വെക്കുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ വറ്റൽമുളകൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും പിന്നെ കൂട്ടാനൊക്കെ താളിച്ചു കേട്ടോ. അപ്പോൾ കൂട്ടാനൊക്കെ താളിച്ചതിന് ശേഷം മുട്ട പൊരിക്കണം പറഞ്ഞു. ആദ്യം പപ്പടം കാച്ചിയാൽ മതി എന്നൊക്കെ ചോദിച്ചിട്ടോ. അപ്പോൾ പപ്പടം വേണ്ട, മുട്ട പൊരിച്ചത് മതി പറഞ്ഞു മക്കൾ കേട്ടോ, അനിയത്തിയുടെ മക്കളെ. അപ്പോൾ എന്തായാലും ഒരു 5-6 കോഴിമുട്ടയൊക്കെ എടുത്തിട്ട് ഞാൻ എന്തായാലും ഇനി പൊരിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തു. പിന്നെ നമ്മുടെ വീഡിയോസിന് എല്ലാവരും കമൻറ്റ് ഇടാറുണ്ട്, റീപ്ലൈ കൊടുക്കുന്നില്ല എന്നൊക്കെ എല്ലാവരും പരാതി പറയുന്നു കേട്ടോ. ഞാൻ പറ്റുന്ന പോലെയൊക്കെ എല്ലാവർക്കും മെസ്സേജ് ഇടാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കാണുന്ന സമയത്തൊക്കെ ഞാൻ മെസ്സേജ് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തിരക്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടാവുമായിരിക്കും കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. പിന്നെ നമ്മുടെ സമയപരിധിയും പിന്നെ നമ്മൾ ചെറിയ മോളൊക്കെ അല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ തിരക്ക് പോയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമല്ലോ, നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നത് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് ആണ് പോകുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ വീട്ടിലായതുകൊണ്ട് ഇപ്പോൾ നമ്മളിതാ കിച്ചണിൽ ഓരോരോ പണിത്തിരക്കിലൊക്കെയാണ്. അപ്പോൾ നമുക്കിഷ്ടമുള്ളതൊക്കെ വെക്കുക, കഴിക്കുക, തിന്നുക, അങ്ങനെ കുടിക്കുക, അങ്ങനെയൊക്കെ മുട്ടയൊക്കെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്തായാലും 2-3-4-5 പ്രാവശ്യം എന്തായാലും പൊരിച്ചെടുക്കണം. എന്തായാലും ഇനിയിപ്പോൾ 5-6 മുട്ട ഉണ്ടല്ലോ, അപ്പോൾ അടുപ്പത്ത് തന്നെ കേട്ടോ എല്ലാം ചെയ്യുന്നത്. ഇവിടെ ആകുമ്പോൾ പിന്നെ അടുപ്പ് കത്തിച്ചിട്ടുണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നിങ്ങനെ വാങ്ങി വെക്കുമ്പോഴത്തേന് തന്നെ നല്ല തീയും കനലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് തോന്നും, എന്തിനാണ് ഇനിയിപ്പോൾ ഗ്യാസിൽ വെക്കുന്നത്, അടുപ്പിൽ തീ ഉണ്ടല്ലോ, പിന്നെ അധികമൊന്നും കരിയാവില്ല. പിന്നെ പാത്രത്തിൻ്റെ അടിഭാഗത്ത് മാത്രമാണല്ലോ കുറച്ച് കരിയാവുള്ളൂ. അപ്പോൾ അത് പിന്നെ ഒരുപാട് അങ്ങനെ കരിയായത് കഴുകാനും മോറാനൊന്നും മടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ അടുപ്പുണ്ടായിട്ടൊന്നുമല്ല നമ്മളിപ്പോൾ ജനിച്ച് വളർന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക പാചകം ചെയ്യാൻ പഠിച്ചതൊക്കെ നമ്മൾ ഈ വിറകടുപ്പ് തന്നെയല്ലേ. നമ്മളൊക്കെ സാധാ ഈ ചാണകം മെഴുകിയ അടുപ്പിൽ തന്നെ ആയിരുന്നു കേട്ടോ നമ്മളൊക്കെ ഭക്ഷണം വെച്ച് പാകം ചെയ്ത് വെച്ച് കഴിച്ചായിരുന്നു. അതൊക്കെ ഇപ്പോഴല്ലേ ഇപ്പോൾ ഇങ്ങനെയുള്ള അടുപ്പുകളൊക്കെ വന്നത്. അപ്പോൾ മൂട്ടിൽ മാത്രമേ കുറച്ച് കരിയാവുള്ളൂ. അപ്പോൾ നമുക്ക് കഴുകാനും വൃത്തിയാക്കാനും ഒക്കെ എളുപ്പമാണല്ലോ. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഗ്യാസിൽ ആവുമ്പോൾ നമുക്ക് പിന്നെ ഗ്യാസിന് അപ്പുറത്തേക്ക് പോകണം. അപ്പുറത്തേക്കല്ല, സ്റ്റോർ റൂമിലാണ് ഗ്യാസ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലും വേണമെങ്കിൽ ഉണ്ടാക്കാം. പിന്നെ ഇതിൽ അടുപ്പിൽ എപ്പോഴും തീ ഉണ്ടാവുകൊണ്ട് നല്ല ചൂടുണ്ടാവുകൊണ്ട് നല്ല പെട്ടെന്ന് സ്റ്റീലിൻ്റെ ആണല്ലോ സൈഡിൽ കൂടെയൊക്കെ ഇതാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ വേഗം ഇത് തന്നെ ഇട്ട് വെക്കാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടുപ്പിൽ തന്നെ എപ്പോൾ വെച്ചെടുക്കാനൊക്കെ കിട്ടും. എന്തുണ്ടെങ്കിലും ഞാൻ അപ്പോൾ അടുപ്പത്തെ തന്നെ എല്ലാം വെക്കും, ഗ്യാസിൻ്റെ അവിടേക്ക് പോവില്ല കേട്ടോ.
അപ്പം അങ്ങനെ ഇതാ കോഴിമുട്ട പൊരിക്കലും കഴിഞ്ഞു, അതേപോലെ നമ്മുടെ വറ്റൽമുളക് പൊരിക്കലും കഴിഞ്ഞു. അപ്പോൾ ഇനി കറിയൊക്കെ താളിച്ചിട്ടുണ്ടായിരുന്നു, കറിയൊക്കെ താളിച്ച് ഇപ്പോൾ എന്തായാലും പാത്രത്തേക്കൊക്കെ ഒന്ന് ആക്കി വെക്കട്ടെ കേട്ടോ. അപ്പം എന്നാൽ പിന്നെ ആവശ്യമുള്ളത് നമുക്ക് എടുത്ത് കഴിക്കാമല്ലോ. ഇപ്പോൾ വലിയ അനിയത്തിക്ക് എന്തായാലും അവൾക്ക് കുഴച്ച് ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ ഒന്നും കുഴച്ച് കഴിക്കാനൊന്നിനും പറ്റില്ല, അവൾക്ക് യൂസ് സ്പൂൺ കൊണ്ട് തന്നെ കഴിക്കണം. അവളിപ്പോൾ അധികം ഭക്ഷണമൊന്നും കഴിക്കാനും അവൾക്ക് പറ്റുന്നില്ല. കാരണം എന്താ, നമ്മളെന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ച് വ്യായാമമൊക്കെ ചെയ്ത് ആകുമ്പോൾ നമുക്ക് നല്ല വിശപ്പും ദാഹമൊക്കെ ഉണ്ടാകും. ഇതിപ്പോൾ അവൾ എന്തെങ്കിലും കുറച്ച് കഴിക്കും, ഉണ്ടാതെ ഒരു ഭാഗത്ത് പോയി ഇരിക്കും. അല്ലെങ്കിൽ നടക്കാനും അവൾക്കിപ്പോൾ പാവം പേടിച്ചിട്ട് നടക്കാനും പേടിയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവൾ തന്നെ നടന്നാൽ തന്നെ വീഴുമെന്ന് പേടിച്ചിട്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വീണിട്ട് അവൾക്ക് ആകെപ്പോൾ ബാൻഡേജൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ എല്ലാം റെഡി ആയിട്ടോ. ഞാനും അമ്മയും അനിയത്തിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുതേ. പിന്നെ നമ്മുടെ കുഞ്ഞ് വീഡിയോസാണ്, ഒരുപാട് ലെങ്തിയിലൊന്നും നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ടും സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ തന്നെ എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം, കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ഞാൻ പറ്റുന്ന പോലെ എല്ലാവർക്കും കേട്ടോ ഞാൻ കമൻറ്റ് റീപ്ലൈ തരുന്നതായിരിക്കും. നമ്മൾ എന്തെങ്കിലും കാരണവശാൽ വിട്ടുപോയതായിരിക്കും കേട്ടോ. ഞാൻ ആരും ഒരു എന്താ പറയുക ഒരു വിഷമം വിചാരിക്കരുത് എന്ന് പറയാം. അപ്പോൾ എല്ലാവരെയും നമുക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ, ആരെയും മറന്നു പോയിട്ടില്ല. അതുപോലെ നമ്മൾ ലൈവ് വരുന്ന സമയത്താണെങ്കിലും ശരി, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും തിരക്കിൽ ചിലപ്പോൾ നമ്മൾ ഡെയിലി നമ്മുടെ ലൈവിൽ ചിലപ്പോൾ ഇടവിട്ടിട്ടൊക്കെ നമ്മൾ ലൈവിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ വിട്ടു പോയിട്ടുണ്ടാകും. നമ്മൾ ചിലപ്പോൾ മെയിൽ ID ആയിരിക്കും നമുക്കിപ്പോൾ കിട്ടുക, പക്ഷെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടാവുമായിരിക്കും. ചിലപ്പോൾ നമ്മൾ ആ പേരൊക്കെ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാകും. അപ്പോൾ ആ തിരക്കൊക്കെ കാരണം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണം വെച്ചാൽ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം പറയുക. ലൈവ് വരുമ്പോഴും ചിലപ്പോൾ നമ്മൾ നല്ല പരിചയപ്പെട്ട് നല്ല സംസാരിച്ച ആളുകളായിരിക്കും ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ചിലവർ ചോദിക്കും അറിയുമോ എന്നൊക്കെ ചോദിച്ചിട്ട്, ചിലപ്പോൾ നമ്മൾ അറിയുന്നവരായിരിക്കും, നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ലൈവിലൊക്കെ വരുമ്പോൾ സംസാരിക്കുക. ചിലപ്പോൾ നമുക്കറിയില്ല, ചിലപ്പോൾ നമ്മൾ അവരെ വിളിക്കുന്ന പേര് വേറെ ആയിരിക്കും, ചിലപ്പോൾ അവരുടെ മെയിൽ ID വേറെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് ടൈം ഒന്ന് എല്ലാവരും ഒന്ന് നമ്മളെ പരിചയപ്പെടുത്തുക. അതേപോലെ സംസാരിക്കുമ്പോഴാണെങ്കിലും എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തിയിട്ടൊക്കെ ലൈവിൽ വരുമ്പോഴൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അതേപോലെ അപ്പോൾ അങ്ങനെ ഇതാ കൊണ്ടാട്ട മുളകൊക്കെ നല്ല എരിവുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ചെറിയ മുളക് എടുത്തിട്ടുണ്ടെങ്കിൽ എരിവ് ഉണ്ടാവില്ല, അത് നോക്കുമ്പോൾ ചെറിയ മുളകാണ് കേട്ടോ നല്ല എരിവ്. അപ്പോൾ ആദ്യത്തെ മുളക് കടിച്ചപ്പോൾ തന്നെ നല്ല എരിവ്. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ നല്ല എരിവാണ് കേട്ടോ, എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞ് മാറ്റിയൊക്കെ ചെയ്തു. പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു ചൊടി വേണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മുളക് ഞങ്ങൾ വറ്റൽമുളക് എന്തായാലും ഞങ്ങൾ കാച്ചിയതാട്ടോ. അപ്പോഴത്തേനാ ധോനി ബേബി എണീച്ചിട്ട് അമ്മ ആട്ടാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആട്ടാൻ പോയ സമയത്ത് അങ്ങോട്ട് അമ്മ കഴിക്കാൻ വൈകിയത്, ഞങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മക്കളൊക്കെ പിന്നെ നേരത്തെ കഴിച്ചു കേട്ടോ. അവർക്കൊക്കെ ആദ്യം ഭക്ഷണം കൊടുത്തു, അതിന് ശേഷം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞ വീഡിയോ, എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ഒരിക്കൽ കൂടി പറയാണ്. പിന്നെ അതേപോലെ തന്നെ വലിയ വിഷു ആഘോഷങ്ങളൊന്നും വലിയ തോതിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പ്രാവശ്യത്തെ വിഷു എന്ന് പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെറിയ രീതിയിലൊക്കെ അങ്ങനെയാണ് കഴിച്ചു കൂട്ടി അങ്ങോട്ട് പോയി എന്ന് മാത്രം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നാട്ടിൽ പണിയും കുറവ്, എല്ലാം ഓരോരുത്തർക്കും ഓരോരുത്തരായ കാരണങ്ങളുണ്ടാവുമല്ലോ. പണിയൊക്കെ കുറവായതുകൊണ്ടും ഒക്കെ പിന്നെ ഫിനാൻഷ്യലായിട്ടൊക്കെ ചില പ്രോബ്ലങ്ങളും കാര്യങ്ങളൊക്കെ കാരണം കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ വിഷുവൊക്കെ അങ്ങോട്ട് നമ്മൾ ലഘുവായിട്ട് അങ്ങോട്ട് ആഘോഷിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ ആരോടും അങ്ങനെ വിഷു ചെയ്യാനൊക്കെ മറന്നു പോയതല്ല, നമ്മൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ കാരണം കൊണ്ടാണ് ഒക്കെ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്രാവശ്യത്തെ വിഷുവും കഴിഞ്ഞു. അങ്ങനെ ഇതാ ഞങ്ങൾ ഇന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അമ്മ എന്തായാലും ഇപ്പോൾ ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ പോകുമ്പോഴാണ് ഇപ്പോൾ അമ്മയ്ക്ക് കുറച്ച് വിഷമം ഉണ്ടാവുക. കാരണം എന്താ വെച്ചാൽ പോകുമ്പോൾ എല്ലാവരും ഒന്നിച്ച് പോവുകയും ചെയ്യും, വരുമ്പോൾ എല്ലാവരും ഒന്നിച്ച് വരികയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കണം. ടാറ്റാ ബൈ.